നമസ്കാരം. തെരുവുകളിൽ നമസ്കാരമോ അനുമതിയില്ലാത്തിടങ്ങളിൽ കശാപ്പോ വേണ്ട. കർശന നിർദ്ദേശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബക്രീദ് ആഘോഷങ്ങളിൽ അടുത്തിരിക്കെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള കർശന നിർദ്ദേശങ്ങളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. തെരുവുകളിൽ നമസ്കാരം നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ മൃഗങ്ങളെ കശാപ്പ് നടത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലപ്പെട്ട മൃഗങ്ങളെ ആരെങ്കിലും കശാപ്പ് ചെയ്യുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഉത്തരവെന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. പ്രശ്നം ബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെയും വിന്യസിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ക്രമസമാധാനം കർശനമായി നടപ്പാക്കണമെന്നും സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പോലീസിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബക്രീദ് ദിനത്തിൽ ബലിതർപ്പണത്തിനുള്ള സ്ഥലം മുൻകൂട്ടി നിശ്ചയിക്കണം. മറ്റു സ്ഥലങ്ങളിൽ ബലിതർപ്പണം പാടില്ല. പ്രശ്നബാധിത മേഖലകളിലും നിരോധനം ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. കശാപ്പിന് വിലക്കപ്പെട്ട മൃഗങ്ങളെ ഉപയോഗിക്കരുത്. മൃഗബലിക്ക് ശേഷം മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടത്തണം. റോഡുകൾ തടഞ്ഞ് നമസ്കാരം പാടില്ല തുടങ്ങിയവയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പെടുന്നവ. ജൂൺ 17-നാണ് മുസ്ലിം വിശ്വാസികൾ ബക്രീദ് ആഘോഷിക്കുന്നത്. ജൂൺ 16-ന് ദസ്റ ആഘോഷവും നടക്കും. ദസ്റയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുതൽ ഈ മാസം 22 വരെ സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞം നടത്തണമെന്നാണ് സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ലോകം മുഴുവൻ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ഒന്നായിട്ടാണ് ബക്രീദ് ആഘോഷം നടത്താറുള്ളത്. ഈദുൽ അദ്ഹ എന്നാണ് അറബിയിൽ ബക്രീദ് എന്നറിയപ്പെടുന്നത്. ബലി എന്നതാണ് അദ്ഹയുടെ അർത്ഥം. ഈദുൽ അദ്ഹ എന്നാൽ ബലി പെരുന്നാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രവാചകനായിട്ടുള്ള ഇബ്രാഹിം നബി തന്റെ ആദ്യ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. അങ്ങനെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ പെരുന്നാളിനെ ബലിപെരുന്നാൾ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങുകയായിരുന്നു. ഈ ദിവസം അറവുമാടുകളെ ബലി കൊടുക്കുന്നത് പെരുന്നാളിന്റെ പ്രധാന ആചാരമാണ്. നീണ്ട നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് പുത്രൻ പിറന്നു. പുത്രന്റെ പേര് ഇസ്മായിൽ എന്നായിരുന്നു. ഒരിക്കൽ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് നിനക്ക് ഏറ്റവും പ്രിയമായത് എന്താണോ അത് ത്യജിക്കാൻ ഇബ്രാഹിമിനോട് പറഞ്ഞു. ദൈവകൽപ്പന അനുസരിച്ച് തന്റെ പ്രിയ പുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം തീരുമാനിച്ചു. ഇക്കാര്യം അറിഞ്ഞ മകനും എതിർവാക്ക് പറഞ്ഞില്ല. എന്നാൽ പരീക്ഷണത്തിൽ ഇബ്രാഹിമിന്റെ ഭക്തിയിൽ അള്ളാഹു സംപ്രീതനായി. ബലി നൽകുന്ന സമയത്ത് ദൈവദൂതൻ എത്തുകയും ഇസ്മായിലിനെ മാറ്റി ആടിനെ വെക്കുകയും ചെയ്തു. ഈ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലി പെരുന്നാളായി ആചരിക്കുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ ഇബ്രാഹിമിന് ഇസ്ഹാഖ് എന്നൊരു പുത്രനെ കൂടെ ജനിക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം.